ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടാലോ? വൈകിട്ട് നല്ല മഴയും നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് പ്രോൺസ് ഇരിക്കുന്നു കേട്ടോ. അങ്ങനെയാണ് കേട്ടോ പ്രോൺസ് ബിരിയാണിയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടാലോ? പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം നുറുക്കിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. പുറത്ത് നല്ല ഇടിയും മഴയാണ് കേട്ടോ. 2 പച്ചമുളകും 1 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണേ. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിനുശേഷം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ തന്നെ വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ പ്രോൺസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പ്രോൺസ് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ആ പ്രോൺസൊക്കെ വേവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്തൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതുപോലെയാണോ നിങ്ങൾ പ്രോൺസ് ബിരിയാണി തയ്യാറാക്കുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. മസാലയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടുത്ത ലെയർ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. സിമ്പിളാണ്, അധികം മസാലയൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ.